പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇന്ന് മെയ് മാസം 28-ാം തീയതി ബുധനാഴ്ച. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യുഗതയാണ്. കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ കൃപാസനത്തിന്റെ അൾത്താറെ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമ്മേ, ഇന്ന് ആശുപത്രി പോകുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പണ സമ്പാദനത്തിന് വേണ്ടി പോകുന്നവരുണ്ട്. കൊടുക്കാവുന്നും കിട്ടാവുന്നും പറഞ്ഞ പണം വാങ്ങിക്കാൻ പോകുന്നവരുണ്ട്. അവരുടെ ആശങ്ക അവിടെ ചെല്ലുമ്പോൾ അവർ വാക്ക് മാറല്ലേ എന്നായിരിക്കും. കർത്താവ്, നീ കൂടെ പോണേ, നിന്റെ ദൂതനെ അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അഡ്മിഷന് പോകുന്നവർ, അഡ്മിഷൻ എടുക്കാൻ പോകുന്നവർ, അഡ്മിഷന് വേണ്ടി കമ്പ്യൂട്ടർ വർക്ക് ചെയ്തിരിക്കുന്നത്, ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്തിരിക്കുന്നവർ, അവർക്ക് തെറ്റുണ്ടാകാതിരിക്കാൻ വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോയെ,
ഒരു ചെറിയ കോമാട തെറ്റിൽ കോമ്പറ്റീഷൻ ബേസിൽ ചിലപ്പോൾ ആപ്ലിക്കേഷൻ തള്ളിപ്പോകുന്ന അവസ്ഥയിൽ അവരുടെ പരാധീനതകൾ നീ തന്നെ കർത്താവെ പരിഹരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അഥവാ ചില ആൾക്കാർ എഴുതിപ്പോയല്ലോ തെറ്റായിപ്പോയല്ലോ എന്ന് ഓർത്തിട്ട് എഴുതിപ്പോയ പരീക്ഷയും സെൻഡായ ആപ്ലിക്കേഷൻസും അതിൻ്റെ അകത്ത് തെറ്റായല്ലോ ഇന്ന കാര്യം ചേർത്തില്ലല്ലോ കർത്താവ് അത് ശ്രദ്ധിക്കാതിരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഈശോയെ, മനുഷ്യൻ്റെ ബലഹീനതകളെ ഒരു മരക്കുരിശ് മുൾക്കിട ഏറ്റെടുത്തവനെ നമ്മുടെ ബലഹീനതയിലാണ് അവൻ വഹിച്ചതെന്ന് പറഞ്ഞ പോലെ ഇതുപോലുള്ള ഓർമ്മപ്പശുകൾ ചെയ്യാനുള്ള കഴിവുകേടുകളും കർത്താവെ നീ ഏറ്റെടുക്കണമെന്ന് ഏറ്റെടുത്തുകൊണ്ട് അവരെ സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുരിശടയാളത്തിൽ നിൻ്റെ യാത്ര, നിൻ്റെ ജോലി, നിൻ്റെ താമസം, നിൻ്റെ ഭക്ഷണം, നിൻ്റെ ആരോഗ്യം, നിൻ്റെ സംഭാഷണം, നിൻ്റെ ക്രയവിക്രയങ്ങൾ, നിൻ്റെ ജീവിത മാർഗങ്ങൾ എല്ലാം കർത്താവിൻ്റെ നാമത്തിൽ, നിൻ്റെ ഉദ്യമങ്ങൾ, ഉദ്ദേശ്യങ്ങൾ എല്ലാം ഈശോയുടെ നാമത്തിൽ ഫലമണിയട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് സർവ്വസ്വരം നീക്കുക. ആമേൻ. അതായത് ഈ ആദ്യകാലങ്ങളിൽ ദൈവവചനത്തിന് വിളിച്ചുകൊണ്ടിരുന്ന പേര് ഉടമ്പടി ഗ്രന്ഥമാണ്. പക്ഷെ ഉടമ്പടി ഗ്രന്ഥം തുറക്കുമ്പോൾ അത് എന്തിനാണെന്ന് ജനത്തിന് അറിയാം. അത് വായിച്ച് കേൾക്കാനല്ല, ശരിക്കും പറഞ്ഞാൽ എന്തിനാണ്? അത് നടപ്പിൽ വരുത്താനാണ്. പുറപ്പാട് 24:7 അനന്തരം ഉടമ്പടി ഗ്രന്ഥമെടുത്ത് ജനങ്ങൾ, അതായത് ഈ വചനത്തിന് പേരുണ്ടായിരുന്നു ആദ്യം ബൈബിളെന്ന് ഇപ്പോൾ എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷെ ഇതിന്റെ ആദ്യത്തെ പേര് അതല്ലായിരുന്നു. എന്താണ്? ഉടമ്പടി ഗ്രന്ഥം എന്നാണ്. ജനങ്ങൾ കേൾക്കെ വായിച്ചു. അപ്പോൾ അവർ പറഞ്ഞു കർത്താവ് കൽപ്പിച്ചതെല്ലാം ഞങ്ങൾ ചെയ്യും. അതാണ് ഉടമ്പടി. കണ്ടില്ലേ? വെറുതെയാണ് ഉടമ്പടിക്ക് ഇത്രയും അടിപൊളി സാക്ഷ്യം കിട്ടണത്. അത് സത്യസന്ധമായ ദൈവികമായ പദ്ധതിയാണത്. അതിൻ്റെ അത് ബുദ്ധിയും ബോധത്തോടു കൂടി ഒന്ന് ഇൻവെസ്റ്റ് ചെയ്താൽ ഓട്ടോമാറ്റിക് അത് വർക്കൗട്ട് ചെയ്യും. എന്നിട്ട് ഈ പിതാക്കന്മാരെല്ലാം പറഞ്ഞേക്കുന്നത് ഇത് തന്നെയാണ്. ഇപ്പം ദാവീദില്ലേ, ദാവീദിൻ്റെ അടുത്ത് ഗോലിയത്ത് വരണില്ലേ, അയാൾ ഉടമ്പടി വചനമാണ് പറയണത്. ആ സമയത്ത് എന്താ ഗോലിയത്തെ കാണുമ്പോൾ എന്താ പറയണത്? ഗോലിയാത്തെന്ന് പറയുമ്പോൾ തനിക്ക് എല്ലാവരും തോറ്റുപോയി. ദാവീദിൻ്റെ ചേട്ടന്മാർക്ക് ലീവ് എടുത്ത് വീട്ടിൽ പോയി. ജസ്റ്റ് വലിയ അഭിമാനം കണ്ടിരുന്ന ആൾക്കാരാണ് ദാവീദിൻ്റെ ബ്രദേഴ്സ്. അവന്മാർ നല്ല നീല കണ്ണന്മാരും സ്വർണ്ണ മുടിയുള്ളവരും ദാവീദിനേക്കാളും സൗന്ദര്യമുള്ളവരും നല്ല പവറുള്ളവരും യുദ്ധ നൈപുണ്യമുള്ളവരുമാണ്. പക്ഷേ ഗോലിയാത്തിനെ കണ്ടപ്പോൾ അവരുടെ വൈഫ് പറഞ്ഞ് നിങ്ങൾ ലീവ് എടുത്ത് പോയിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ കുറേ പേര് പോയി. അപ്പോഴേ എല്ലാ ഇസ്രായേൽ തോക്കും. ദൈവജനതയുടെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ ആൾ വരണം. കണ്ടില്ലേ? എന്താ, ഒരു കവണിയൊക്കെ എടുത്തിട്ട് വരും. ഗോലിയാത്തിനെ കാണുമ്പോൾ ദാവീദ് ഉടമ്പടി വചനം പറയും. 1 സാമുവേൽ 17:45 ദാവീദ് ഗോലിയാത്തിനോട് പ്രതിവചിച്ചു, വാളും കുന്തവും നീ വാളും കുന്തവുമായി ചാട്ടുളിയുമായി. അപ്പൊ മെരിറ്റാണ് അത് പറയണത്. മെരിറ്റ്. നീ വാളും കുന്തവും ചാട്ടുളിയും ആയുധങ്ങളായിട്ട് വരും. അതാണ് നിന്റെ മെരിറ്റ്. നീ എന്നെ നേരിടാൻ വരുന്നു. നീ എന്നെ നേരിടും. മെരിറ്റ് കൊണ്ടാണ് നീ എന്നെ നേരിടുന്നത്. ഞാനാകട്ടെ നീ നിന്ദിച്ച ഇസ്രായേൽ സേനകളുടെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവിന്റെ നാമത്തിലാണ് വരുന്നത്. അതാണ് നോട്ട് ബൈ മെരിറ്റ്. നീ മെരിറ്റോടുകൂടി വരുന്നു. ഞാൻ എന്ത് ചെയ്യണം? ഞാൻ നിൻ്റെ മെരിറ്റ് കണ്ടിട്ട് പകക്കണില്ല. കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു. ഞാൻ ഇൻ്റർവ്യൂ പോയപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ആ കമ്പനിയിലോട്ട് പോണത്. ഞാനവിടെ ചെല്ലുമ്പോൾ ആ കമ്പനി തന്നെയുള്ള 12 കൊല്ലം എക്സ്പീരിയൻസ് ഉള്ള ആൾ തന്നെയാണ് പ്രൊമോഷന് വേണ്ടി എൻ്റെ ഒപ്പം മത്സരിക്കണമെന്ന്. അപ്പോഴെന്താണ് അവർ ചെയ്യണത്? ഉടമ്പടി കാശുരെടുത്ത് മുത്തും, അമ്മേ നീ ഉണ്ടാകണമെന്ന് പറയുമെന്ന്. ഇതിനെന്ത് പറ്റി? ആ 12 കൊല്ലം ആ കമ്പനി എക്സ്പീരിയൻസ് ഉള്ളവർ പ്രൊമോഷന് വേണ്ടി മത്സരിക്കുന്നതിൻ്റെ കൂടെയാണ് മത്സരിക്കുന്നത്. ഗോലിയാത്തിൻ്റെ കൂടെ മത്സരിക്കുന്നത് ദാവീദിൻ്റെ കയ്യിൽ അമ്മയുടെ ഉടമ്പടി കാശുര് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നാ സംഭവിക്കണം? നിങ്ങൾ ആ സാക്ഷ്യം ഒന്ന് കേൾക്കണം. അവരെ ആ ഒറ്റ ഇൻ്റർവ്യൂവിൽ അയാളെ തന്നെ എടുത്ത് ആ കമ്പനിയുടെ ഉന്നതങ്ങളിൽ പ്രതിഷ്ഠിക്കുകയാണ്. അടിപൊളി സാക്ഷ്യമല്ലേ? എന്താണ്? നീ വാളും പരിചയം ചാട്ടുളിയുമായിട്ട് വരുന്നു. ഞാൻ എൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ വരുന്നു. നോട്ട് ബൈ മെരിറ്റ് ബട്ട് ബൈ ഗ്രേസ്.